ഓക്കെ. അപ്പം ജാങ്കോയുടെ കേസിലാണെങ്കിലും ഇപ്പം അഡ്മിൻ പാനലിന്റെ എന്തെങ്കിലും ഒരു തീം നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് അത് എടുക്കുന്നില്ല. ഓക്കെ. അപ്പം 3.30 ഞാൻ ഇന്നലെ എന്റെ സിസ്റ്റം ഫുൾ ഒന്ന് റീസ്റ്റോർ ചെയ്തപ്പം എന്റെ എല്ലാ ഡേറ്റയും പോയി. അപ്പൊ ഞാൻ 3.13 ആണ് എടുത്തത്. അപ്പൊ എനിക്കും ഈ ഒരു ഇഷ്യൂ തന്നെയാണ്. അപ്പം അത് ചെക്ക് ചെയ്തപ്പോൾ 3.30 കുറെ ബഗ് ഉണ്ട്. അപ്പൊ 3.11 വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അവൈലബിൾ ആണ് നമ്മുടെ പ്ലേ സ്റ്റോറിൽ അല്ലെങ്കിൽ വിൻഡോസ് സ്റ്റോറിൽ, നമുക്ക് മൈക്രോസോഫ്റ്റ് സ്റ്റോറിൽ നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ. ഇവിടെ പൈത്തോൺ 3.11 എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പൈത്തണിന്റെ 3.11 എന്ന് പറയുന്ന ഈ ഒരു വെർഷൻ നമുക്ക് അവിടെ അവൈലബിൾ ആണ്. 3.11 അല്ലെങ്കിൽ 3.12 എടുക്കാം കേട്ടോ. 3.11 ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ പൈച്ചാമിൽ വന്നിട്ട് സെറ്റിങ്സിൽ നമ്മുടെ പ്രൊജക്റ്റിൽ പൈത്തൺ ഇന്റർപ്രറ്ററിൽ കണ്ടില്ലേ, നമുക്കിവിടെ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. കാരണം എൻ്റെ വെർഷൻ 3.13 ആണ് കയ്യിലുള്ളത്. ഓക്കെ, ഞാൻ അപ്ഡേറ്റ് ചെയ്താണ്. പക്ഷേ നോക്കണേ, പൈത്തോൺ ഐഫൺ വെർഷൻ 3.13 ആണ് എൻ്റെ കയ്യിൽ കിടക്കുന്നത്. പക്ഷെ എന്നാലും നമുക്ക് 3.11 ആണ് നമുക്കിപ്പം ഓക്കെ ആയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ 3.11 നിങ്ങൾക്ക് ചെയ്യാം. ഇല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഫോൾഡർ എടുത്തിട്ട് ഈ ലിബിൽ കൊണ്ടുപോയിട്ട് പേസ്റ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, ഇതിലിപ്പം ഓൾറെഡി നമ്മുടെ ടി കെ എല്ലിന്റെ സെറ്റപ്പ്, നമ്മുടെ പൈത്തൺ 3.11 അതിന്റെ സെറ്റപ്പ് ഓക്കെ ആണ്, നമുക്ക് ഇഷ്യൂ ഒന്നും ഇല്ല. ഓക്കെ, ഓക്കെ. അപ്പം ആ ഒരു രീതിയിൽ നിങ്ങൾ നോക്കുക. ടിക്കൻഡർ വർക്ക് ആവാത്തൊരു പഴയ വർഷം ആണെങ്കിൽ കുഴപ്പമില്ല, 3.11 ആണെങ്കിലോ 10 ആണെങ്കിലോ കുഴപ്പമില്ല. 3.13 ആണെങ്കിൽ മാത്രമേ ആ ഒരു ഇഷ്യൂ ഉള്ളൂ. 3.13 ആണെങ്കിൽ മാക്സിമം അതിപ്പം ഒഴിവാക്കിയേക്ക്. കാരണം അതിന്റെ സ്റ്റാറ്റസ് ഇപ്പോഴും ബഗ് ഫിക്സിലാണ് കിടക്കുന്നത്. ഓക്കെ, കാരണം അതിപ്പം ഒക്ടോബർ റിലീസ് ആയതേ ഉള്ളൂ. നമ്മുടെ ഓക്കെ 3.13 നമുക്ക് ഒക്ടോബറിലാണ് ഇപ്പം, അതായത് 10-ാം തീയതിയാണ് നമുക്ക് റിലീസ് ആയത്. അത് 7-ാം തീയതിയാണ് നമുക്ക് റിലീസ് ആയത്. അപ്പൊ അതിന്റെ ബഗ് കാര്യങ്ങൾ നല്ല രീതിയിൽ ഉണ്ടാവും. അപ്പൊ നമുക്ക് 3.13 എടുത്ത് ചെയ്യേണ്ട, 3.12 അല്ലെങ്കിൽ 3.11 എടുത്താൽ മതി. കാരണം 3.11 എല്ലാ ഇഷ്യൂസും ക്ലിയർ ചെയ്താണ്. ഓക്കെ, ഇപ്പം ഉള്ളവർ അങ്ങനെ ഇരിക്കട്ടെ. അല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ സ്റ്റോറിൽ പോയിട്ടാണെങ്കിൽ നമുക്ക് 3.11 നമുക്ക് എടുക്കാം കേട്ടോ. വിൻഡോസ് യൂസ് ചെയ്യുന്നവർ സ്റ്റോറിൽ പോയിട്ട് യൂസ് ചെയ്യാം. മാക് ആരെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടോ? ആരെങ്കിലും മാക് യൂസ് ചെയ്യുന്നുണ്ടോ? ഓക്കെ, മാക് ഉബുന്തു ഉണ്ട് സർ. അങ്ങനെ കേട്ടില്ല. അല്ല, ഞാൻ ഉബുന്തു ഉണ്ടോ ഉബുണ്ടു ആണോ? ഓക്കെ, അപ്പൊ ഉബുണ്ടുവിൽ ഏതാണ് എടുത്തേക്കുന്നത്? 3.10 കിടക്കുന്നത്. എന്നെ കേട്ടില്ല. 3.10 കിടക്കുന്നത്. 3.10 ആണ്. ആ, ഓക്കെ, കുഴപ്പമില്ല. ആ, 3.10 കുഴപ്പമില്ല. 3.8 ഒന്നും ഡൗൺലോഡ് ചെയ്യേണ്ട, അത് നമുക്ക് ലൈഫ് എൻഡ് ചെയ്താണ്. ഓക്കെ. ഓക്കെ, ഓക്കെ. അപ്പൊ നമുക്ക് നമ്മുടെ ടിക്കൻഡർ നമുക്ക് ഒന്നുകൂടെ എടുക്കാം. നമ്മൾ അന്ന്, കാരണം എൻ്റെ സിസ്റ്ററിന്റെ ഡ്രൈവ് ഫുൾ ആയതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആയിരുന്നു. ഓക്കെ, അപ്പം നമുക്ക് ടിക്കൻഡർ നമുക്ക് ഒന്നുകൂടെ നോക്കാം. എന്താണ് ടിക്കൻഡർ, എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് ഒന്നുകൂടെ എടുക്കാം. ഓക്കെ, ടിക്കൻഡർ എന്ന് പറയുന്നത് നമ്മുടെ പൈത്തണിലെ ഒരു GUI ആണ്. ഓക്കെ, അതായത് ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ് ആണ്. അപ്പൊ ഇത് നമുക്ക് സെപ്പറേറ്റ് ഡൗൺലോഡ് ചെയ്യേണ്ട കാര്യമില്ല. ഇത് നമുക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യേണ്ട, സെപ്പറേറ്റ് പിപ്പ് ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞ് നമുക്ക് ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, നമുക്ക് ഡയറക്റ്റ് എന്തുണ്ട്, നമ്മൾ ആ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ തന്നെ TCL TK എന്ന് പറയുന്നതിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ, ഒരു സെക്കൻഡ്.
ഓക്കെ. അപ്പം ടിക്കൻഡർ എന്ന് പറയുന്നത് ഒരു GUI ആണ്, അതായത് ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ്, GUI. ഒരു ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു GUI നമ്മൾ യൂസ് ചെയ്യുന്നത്. ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു GUI നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ. അപ്പൊ ഈ ഒരു GUI കൊണ്ട് നമ്മുടെ ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? നമ്മുടെ കാൽക്കുലേറ്റർ, മ്യൂസിക് പ്ലെയർ, അതേപോലെ തന്നെ വീഡിയോ പ്ലെയർ, പിന്നെ വെദർ ആപ്പ്, ഓക്കെ, ന്യൂസ് ആപ്പ്, അങ്ങനെ കുറെ കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇതിൽ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ. അപ്പോൾ ഈ ഒരു ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷൻ നമുക്ക് കുറേ കാര്യങ്ങൾ നമുക്ക് ഇതിൻ്റെ അകത്ത് ബിൽഡ് ചെയ്യാം. നമ്മൾ ഈ ടിക്കറ്റിനകത്ത് ഡേറ്റാബേസ് കണക്ട് ചെയ്യാം, അതേപോലെ തന്നെ ബില്ലിംഗ് സോഫ്റ്റ്വെയർ, പിന്നെ എന്താണ്, ഹോസ്പിറ്റലാണെങ്കിലും അവരുടെ ഡേറ്റ ഹാൻഡിൽ ചെയ്യാൻ, ഇപ്പം ചെറിയൊരു HR പോർട്ടലാണെങ്കിൽ പോലും നമുക്ക് എന്ത് ചെയ്യാം, ഇത് വെച്ചിട്ട് ബിൽഡ് ചെയ്യാൻ പറ്റും. ഓക്കെ. ഈ ഒരു ടിക്കൻഡറിൽ കുറേ ബട്ടൺസും അതേപോലെ തന്നെ ലേബൽസും കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിൻ്റെ അകത്ത് അവൈലബിൾ ആണ്. ഓക്കെ. അപ്പം ടിക്കൻഡർ നമുക്ക് യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ് ടിക്കൻഡർ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ. നമുക്ക് 2-3 ലൈൻസ് കോഡ് എഴുതി കഴിഞ്ഞാൽ നമുക്ക് അതിനെ കസ്റ്റമൈസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ. ഇപ്പം ഞാനിവിടെ എൻ്റെ പൈത്തൺ ഫയലിന്റെ നെയിം എന്താണ്? main.py എന്ന് പറയുന്ന പൈത്തൺ ഫയലാണ്. ഓക്കെ. അതായത് main.py. ഒരിക്കലും നമ്മൾ ഈ പൈത്തൺ ഫയലിന്റെ അവിടെ tickender.py എന്ന് കൊടുക്കരുത്. ഓക്കെ. tickender.py എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ ടിക്കൻഡർ അത് എടുക്കത്തില്ല. ഓക്കെ. അപ്പോൾ നമ്മുടെ tickender.py എന്ന് പറയുന്നത് ഒരിക്കലും നമ്മൾ പൈത്തൺ ഫയലിൽ ആഡ് ചെയ്യരുത്. അതായത് നമ്മുടെ ഈ പൈത്തൺ ഫയൽ നെയിം tickender.py എന്ന് കൊടുക്കരുത്. കാരണം റൺ ചെയ്യുമ്പോൾ ഇതായിരിക്കും ഡിക്റ്റേറ്റ് ചെയ്യുന്നത്, പക്ഷെ ഇതിൻ്റെ അകത്തുള്ള ടിക്കൻഡർ എടുക്കില്ല. ഓക്കെ. അപ്പൊ എപ്പോഴും നിങ്ങൾക്ക് എന്താണ്, വേറെ എന്ത് പേര് വേണമെങ്കിലും കൊടുക്കാം. മെയിൻ എന്നോ അല്ലെങ്കിൽ ഡേറ്റ എന്നോ, അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വേറെ എന്ത് പേര് വേണമെങ്കിലും നിങ്ങൾക്ക് അവിടെ കൊടുക്കാം. ഓക്കെ. അപ്പോൾ നമുക്കൊന്ന് ടിക്കൻഡർ ഒന്ന് റൺ ചെയ്യാം. ഓക്കെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഫ്രം ടിക്കൻഡർ. കാരണം ഫ്രം ടിക്കൻഡറിന്റെ അകത്തും നമ്മൾ ഡേറ്റ എടുക്കുന്നത് എന്തുകൊണ്ടാണ്? ടിക്കൻഡർ ഓൾറെഡി നമ്മൾ പൈത്തൺ ഇൻസ്റ്റാൾ ചെയ്തപ്പം ആ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുത്തത് കൊണ്ടാണ് ടിക്കൻഡർ ഇതിൽ അവൈലബിൾ ഉള്ളത്. ഓക്കെ. അപ്പൊ ഫ്രം ടിക്കൻഡർ ഇമ്പോർട്ട് ആസ്ട്രിക്സ്. ഓക്കെ. എന്തിനാണ് ഈ ആസ്ട്രിക്സ് കൊടുക്കുന്നത് വെച്ച് കഴിഞ്ഞാല് ഈ ടിക്കൻഡറിന്റെ അകത്തുള്ള കുറച്ച് ഡേറ്റാസ് ഉണ്ട്, അതായത് ഫങ്ഷൻസ്, അതിനെല്ലാം നമുക്ക് ഇതിലേക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടിയാണ് സ്റ്റാർ എന്ന് കൊടുക്കുന്നത്. ഓക്കെ. ലേബൽ, ബട്ടൺ, സ്പിൻ ബോക്സ്, ടെക്സ്റ്റ് ബോക്സ്, അതേപോലെ അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ, എൻട്രി ബോക്സ്, അതിനെല്ലാം നമുക്ക് ഇവിടെ ആക്സസ് ചെയ്യാൻ വേണ്ടിയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, സ്റ്റാർ കൊടുക്കുന്നത്. നമ്മളിപ്പോൾ MySQL കൊടുക്കുകയാണെങ്കിൽ നമുക്കൊരു ഡേറ്റാബേസിൽ അല്ലെങ്കിൽ ഒരു ടേബിളിൽ വ്യൂ ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, സെലക്ട് സ്റ്റാർ ഫ്രം ടേബിൾ നെയിം കൊടുക്കും. മനസ്സിലായില്ലേ? അപ്പം നമുക്ക് ഫ്രം ടിക്കൻഡർ ഇമ്പോർട്ട് ആസ്ട്രിക്സ്. ഓക്കെ. അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പൊ എന്താണ്, ഇത് ഡിസേബിൾ ആയിട്ടിരിക്കുകയാണ് അല്ലെ. നമ്മളൊരു വേരിയബിൾ നെയിം കൊടുക്കുകയാണ്, റൂട്ട് എന്ന് പറയുന്ന ഒരു വേരിയബിൾ നെയിം ഈക്വൽ ക്യാപിറ്റൽ ലെറ്റർ TK. ഇതാണ് ടിക്കൻഡർ ഫംഗ്ഷൻ. ഓക്കെ. കണ്ടോ, ഈ TK എന്ന് കൊടുത്ത് നമ്മളിവിടെ ഈ റൂട്ടിലേക്ക് നമ്മൾ കോൾ ചെയ്തപ്പോഴത്തേക്കും നമുക്ക് എന്താണ്, ഇത് എനേബിൾ ആയി. ഓക്കെ. അപ്പൊ റൂട്ട് ഈക്വൽ TK. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, റൂട്ട് ഡോട്ട് മെയിൻ ലൂപ്പ്. ഈ റൂട്ട് ഡോട്ട് മെയിൻ ലൂപ്പ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഒരു ക്ലോസിംഗ് ടാഗ് ആണ്. അതായത് ടിക്കറ്റിന്റെ സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും ആണ്. അതായത് എൻഡിങ്ങും സ്റ്റാർട്ടിംഗ് എന്ന് പറയുമ്പോൾ മെയിൻ ലൂപ്പാണ് അതിന്റെ ക്ലോസിംഗ് ടാഗ്. എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു പോപ്പപ്പ് വർക്ക് ആവത്തുള്ളൂ. ഇപ്പൊ നോക്കി, ഞാനിപ്പോ റൺ ചെയ്യാണ്. റൺ ചെയ്യുമ്പോൾ നോക്കി നമുക്ക് ഇങ്ങനെ ഒരു പോപ്പപ്പ് കിട്ടി അല്ലേ. ഇനിയിപ്പോ ഈ മെയിൻ ലൂപ്പ് ഇല്ല എന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മെയിൻ ലൂപ്പ് ഇല്ലാത്തത് കൊണ്ട് നമുക്ക് എന്താണ്, കണ്ടില്ലേ, നമുക്കവിടെ റൺ ആവത്തില്ല. ഓക്കെ. അപ്പം നമുക്ക് എന്ത് വേണം, ഈ ഫ്രം ടിക്കൻഡർ ഇമ്പോർട്ട് ആസ്ട്രിക്സിന്റെയും റൂട്ട് ഡോട്ട് മെയിൻ ലൂപ്പിന്റെയും ഉള്ളിലായിരിക്കണം നമ്മുടെ ഡേറ്റാസ് കൊടുക്കേണ്ടത്. ഓക്കെ. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഞാൻ ഇതിൻ്റെ അകത്ത് ഒരു ജിയോമെട്രി, അതായത് നമ്മളിപ്പം
റൺ ചെയ്യുമ്പോൾ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുമെന്ന് നോക്കിയേ. അവിടെ ഒരു ലോഗോ ഉണ്ട് അല്ലെ, ഒരു ഐക്കൺ ഉണ്ട്. ഓക്കെ, അപ്പം ഈ ഒരു ഐക്കൺ ഡീഫാൾട്ട് ആയിട്ട് ടിക്കറ്റിന്റെ ആ ഒരു ഫെദർ ഐക്കൺ ആണ്. ടി കെ എന്ന് പറയുന്നത് ഇതിന്റെ ഒരു ഡീഫാൾട്ട് ആയിട്ടുള്ള ഒരു ടൈറ്റിൽ. എനിക്കപ്പോൾ ഇത് ചേഞ്ച് ചെയ്യണം, ഈ ഐക്കണും ചേഞ്ച് ചെയ്യണം. ഓക്കെ, അപ്പം ഞാനാണെങ്കിൽ ഇവിടെ ഇമേജ് എന്ന് പറയുന്ന ഒരു ഇതുണ്ടായിരുന്നു, പക്ഷെ പോയി, നമുക്കത് ചെയ്യാം. ഓക്കെ, അപ്പം ഞാൻ എന്താ വെച്ചാൽ ആദ്യം ടൈറ്റിൽ ചേഞ്ച് ചെയ്യാൻ പോവാണ്. ഓക്കെ, ആദ്യം എന്ത് ചെയ്യുന്നു, ആ ടി കെ എന്നുള്ള ടൈറ്റിൽ ഞാൻ ചേഞ്ച് ചെയ്യാൻ പോകണം. അപ്പോൾ റൂട്ട് എന്ന് പറയുന്ന വേരിയബിളിനെയും വേണം നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട്. റൂട്ട് ഡോട്ട് ടൈറ്റിൽ. ഓക്കെ, റൂട്ട് ഡോട്ട് ടൈറ്റിൽ ഓഫ് നമുക്ക് എന്ത് ചെയ്യാം, സോഫ്റ്റ്വെയർ എന്ന് കൊടുക്കാം. ഓക്കെ, റൺ ചെയ്യുന്നു. നോക്കിയേ, SOFT മാക്സിമൈസ് ചെയ്യുമ്പോഴാണ് ഫുള്ളായിട്ട് കാണുന്നത്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഒരു ജിയോമെട്രി നമുക്കതിനെ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു, ജിയോമെട്രി സെറ്റ് ചെയ്യുന്നു. റൂട്ട് ഡോട്ട് ജിയോമെട്രി നമ്മളിവിടെ കൊടുക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്ട്രിങ്ങിൽ വേണം ഹൈറ്റും വിട്ടും പറഞ്ഞു കൊടുക്കാനായിട്ട്. ഓക്കെ, ജിയോമെട്രി നമ്മളിവിടെ പറഞ്ഞു കൊടുക്കുമ്പോൾ സ്ട്രിങ്ങിൽ വേണം ഹൈറ്റും വിട്ടും പറഞ്ഞു കൊടുക്കാനായിട്ട്. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു, ഡബിൾ കോഡ്സിനകത്ത് 300 ഇൻറ്റു എന്ന് പറഞ്ഞ എക്സ് ആണ് കേട്ടോ. 300 ഇൻറ്റു ഒരു 400 കൊടുത്തു. റൺ ചെയ്യാണ്. അപ്പോൾ 400 നമ്മുടെ ഹൈറ്റും 300 നമ്മുടെ വിട്ടുമാണ്. യെസ്, അപ്പോൾ നമ്മളിനി എപ്പോൾ റൺ ചെയ്താലും നമുക്ക് എന്താണ്, ഈ ഒരു ജിയോമെട്രിയിൽ മാത്രമേ നമുക്ക് പ്രിന്റ് ചെയ്ത് കിട്ടുള്ളൂ. അതായത് ഈ ഒരു ജിയോമെട്രിയിൽ മാത്രമാണ് നമ്മുടെ ടിക്ക് എൻട്രി ഡിസ്പ്ലേ ആവുന്നത്. ഓക്കെ, അപ്പൊ എൻ്റെ ഇപ്പോൾ ഒരു എന്താണ്, ഒരു ബില്ലിംഗ് സോഫ്റ്റ്വെയർ ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഞാനിപ്പോൾ ഒരു 700 ഇൻറ്റു 400 ആണ് കൊടുത്തേക്കുന്നത്. യെസ്, ഇതാണ് ഇപ്പൊ എൻ്റെ ഒരു ബില്ലിംഗ് സോഫ്റ്റ്വെയർ എന്ന് കൊടുക്കുന്നത്. ഓക്കെ, ഞാൻ ഒരു ബില്ലിംഗ് സോഫ്റ്റ്വെയർ ആണ് ബിൽഡ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ എന്താണ്, എനിക്ക് ഇതാണ് എൻ്റെ ഹൈറ്റും വിട്ടും ഞാൻ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, ഇപ്പം മാക്സിമൈസ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, മാക്സിമൈസ് തന്നെ കൊടുക്കാം. ഓക്കെ, അപ്പൊ ഇതിന്റെ അകത്ത് എനിക്കൊരു കളർ എനിക്ക് ആഡ് ചെയ്യണം. അപ്പം റൂട്ട് ബാക്ക് ഗ്രൗണ്ട് ഈക്വൽ ഗ്രേ. മിക്ക ബില്ലിംഗ് സോഫ്റ്റ്വെയറിൻ്റെ അകത്തും എന്താണ്, ഗ്രേ ആയിരിക്കും അല്ലേ, അല്ലെങ്കിൽ ബ്രൗൺ ആയിരിക്കും. ഓ, ബ്രൗൺ ഈ ഒരു കളർ വന്നല്ലേ. ഓക്കെ, അതെന്താണോ കളർ ഇഷ്യൂ ഉണ്ടാവും. ഓക്കെ, ശരി, പോട്ടെ. എന്തായാലും നമുക്കിവിടെ വേറെ കളർ നമുക്ക് ചെക്ക് ചെയ്യാം. ചെയ്യാൻ കൊടുക്കാം, Shift+. ഓക്കെ, നമുക്കത് വർക്കാവും. നമുക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാം, ഇമേജും കൊടുക്കാം കേട്ടോ. ഞാൻ ഇവിടെ ഗ്രേ തന്നെ കൊടുക്കുകയാണ്. ഓക്കെ, ഗ്രേ. ഓക്കെ, അപ്പോൾ എന്താണ്, എൻ്റെ കളർ എനിക്കിവിടെ ഓക്കെ ആയി. എനിക്കിനി എന്ത് വേണം, ഈ ഐക്കൺ എനിക്ക് ചേഞ്ച് ചെയ്യണം. അപ്പം നമുക്ക് ഒരു ബില്ലിംഗ് എന്ന് കൊടുക്കാം. ബില്ലിംഗ് എന്ന് കൊടുക്കാം. ഓക്കെ, നമുക്ക് റൺ ചെയ്യാം. റൺ ചെയ്യുമ്പോൾ എന്താണ്, ബില്ലിംഗ് ആണ് സോഫ്റ്റ്വെയർ. ഓക്കെ, അപ്പോൾ കളർ കൊടുത്തു, ജിയോമെട്രി സെറ്റ് ചെയ്തു, ടൈറ്റിൽ സെറ്റ് ചെയ്തു. ഇതൊക്കെ എന്താണ്, നമ്മുടെ അതിൻ്റെ അകത്തുള്ള മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ. അത് മെയിൻ ആയിട്ട് പറയുമ്പോൾ നമ്മളിപ്പോൾ ഒരു പ്രോജക്റ്റ് ബിൽഡ് ചെയ്യുമ്പോൾ അതിൻ്റെ സ്ട്രക്ചർ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്ത് വെക്കുകയാണ്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് കുറേ ഡേറ്റാസ് നമ്മൾ എഴുതുന്നത്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇമേജ് ആഡ് ചെയ്യണം. അപ്പം ഞാനിവിടെ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. ഇവിടെ ഒരു ഫോൾഡർ ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പം നമ്മുടെ ടെർമിനൽ ഓപ്പൺ ചെയ്യുക. ഇവിടെ കണ്ടില്ലേ, ടെർമിനൽ ക്ലിക്ക് ചെയ്യുക. ടെർമിനൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ലോക്കൽ എന്ന് പറയുന്ന ഒരു ടെർമിനൽ വരും. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, MKDIR മേക്ക് ഡയറക്ടറി, നമുക്ക് ഫോൾഡർ നെയിം കൊടുക്കാം, ഇമേജ്. എന്നിട്ട് എൻ്റർ കൊടുത്തു. നോക്കിയേ, ഇമേജ് എന്ന് പറയുന്ന ഒരു ഫോൾഡർ എനിക്കിവിടെ വന്നു. പക്ഷേ ഫോൾഡറിൻ്റെ അകത്ത് ഡേറ്റ അവൈലബിൾ അല്ല. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ അകത്ത് കുറച്ച് ഡേറ്റാസിനെ നമുക്ക് ആഡ് ചെയ്യാം. അപ്പം നമുക്ക് ചെറിയ ചെറിയ ഐക്കൺസ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ടുള്ള ഒരു സൈറ്റാണ് vector.png. ഓക്കെ, സോറി, വെക്ടർ ഐക്കൺസ് എന്നുള്ളത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. വെക്ടർ ഐക്കൺസ് ആൻഡ് സ്റ്റിക്കേഴ്സ് കണ്ടില്ലേ, ഇവിടെ ക്ലിക്ക് ചെയ്യുക. നമുക്കിവിടെ നമ്മുടെ ഇതിൽ ഫ്രീ ആയിട്ട് നമുക്ക് പെർ ഡേ 10 ഐക്കൺസ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് പ്രീമിയം ചെയ്യേണ്ടി വരും. ഓക്കെ, പ്രീമിയം നമുക്ക് ചെയ്യേണ്ട കാര്യമില്ല. പക്ഷെ നമുക്ക് ഇതിൻ്റെ എന്താണ്, പെർ ഡേ നമുക്ക് 10 ഐക്കൺസ് നമുക്ക് ഇവിടെ ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഐക്കൺസ് ഞാനിപ്പം ബില്ലിംഗ് അല്ലേ,
ബില്ലിംഗ് ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ബില്ലിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള 53,000 ഐക്കൺസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു, ഞാനാണെങ്കിൽ ഒരു നല്ലൊരു ഐക്കൺ ഞാൻ എടുത്തിട്ട് ഞാനൊക്കെ അവിടെ ചെയ്യണം. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് ചിലപ്പം ചിലവരുടെ ഇതുണ്ടെങ്കിൽ നമുക്ക് ആ ലോഗോ, അതായത് ഇപ്പോൾ ഒരു ഹോട്ടലൊക്കെ ബിൽഡ് ചെയ്യുമ്പോൾ അവരെന്താണ് ഡിസൈനർ എല്ലാ കാര്യങ്ങളും ഡിസൈൻ ചെയ്ത് കൊടുക്കും. ഓക്കെ, അപ്പം നമ്മളാണെങ്കിൽ ഡിസൈനറോട് പറയാം നമുക്കാണെങ്കിൽ ഒരു PNG ചെറിയൊരു ലോഗോ വേണം, അതിന്റെ പിക്സലും കാര്യങ്ങളെല്ലാം കൊടുക്കുക, കാരണം അവരുടെ സോഫ്റ്റ്വെയറിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയാണ്. ഓക്കെ, അപ്പോൾ അവരത് ബിൽഡ് ചെയ്ത് തരും. ഇപ്പം നമുക്ക് അങ്ങനെ ഒരു കേസ് ഇല്ലാത്തത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് തന്നെ ഒരു ആ, ഇതെടുത്ത് നമുക്ക് ഇവിടെ ബിൽഡ് ചെയ്യാം. ഓക്കെ, ഇപ്പം നമുക്ക് അടുത്തൊരു പേജ് കൂടെ പോയി നോക്കാം. ഇതിൽ കുറേ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. നമുക്ക് ഏതാ ഇഷ്ടമുള്ളതെന്ന് നോക്കിയിട്ട് നമുക്ക് എടുക്കാം. ഓക്കെ, ഇതെടുക്കാം. യെസ്, ഞാനിവിടെ എന്ത് ചെയ്യുന്നു, ഞാനാണെങ്കിൽ എനിക്ക് വേണ്ടത് 24 പിക്സലാണ്. 16 പിക്സൽ ആണെങ്കിലും എടുക്കാം, 24 പിക്സൽ എടുക്കാം. നമുക്ക് 16 പിക്സൽ ഒന്ന് എടുത്ത് വെക്കാം. അപ്പോൾ ചെറുതാണ്, നമുക്കത് അവിടെ ആഡ് ചെയ്ത് വരാൻ വേണ്ടി. അല്ലെങ്കിൽ നമുക്ക് 24 പിക്സൽ എടുക്കാം. ഓക്കെ, 24 പിക്സലിൽ ക്ലിക്ക് ചെയ്യുന്നു, ഫ്രീ ഡൗൺലോഡ്. ഓക്കെ, നമുക്കിതിൽ പോയിട്ട് Ctrl+C കൊടുക്കാം. എന്നിട്ട് ഇവിടെ ഫൈനലിൽ വന്നിട്ട് ഇമേജിൽ ക്ലിക്ക് ചെയ്തിട്ട് Ctrl+V കൊടുക്കാം. ഓക്കെ, ഓക്കെ, അപ്പോൾ നോക്കിയേ ഇമേജിൻ്റെ അകത്ത് എന്താണുള്ളത്. ഇമേജിൻ്റെ അകത്ത് നമ്മളിപ്പോൾ സേവ് ചെയ്ത കണ്ടില്ലേ, ബിൽസ് എന്ന് പറയുന്ന ആ ഒരു ഇമേജ് അതിൻ്റെ അകത്തുണ്ട് അല്ലേ. ഓക്കെ, ഈ ഇമേജിനെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് കോൾ ചെയ്യാം. അപ്പം നമുക്ക് ഐക്കൺ ചേഞ്ച് ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു, ഐക്കൺ എന്നാണ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഐക്കൺ ഞാൻ ആഡ് ചെയ്യാൻ പോകണം. അപ്പോൾ ഇമേജ് എന്ന് പറയുന്ന ഫോൾഡറിനകത്താണ് എൻ്റെ അകത്ത് ഡേറ്റ ഉള്ളത്. ഓക്കെ, അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു, ഞാനിവിടെ ICON ഐക്കൺ എന്നുള്ളത് ഞാൻ കൊടുത്തു, ജസ്റ്റ് എനിക്ക് മനസ്സിലാവാൻ വേണ്ടി ഐക്കണിൻ്റെ ഡേറ്റ എഴുതുവാണെന്ന്. ഓക്കെ, IMG എന്ന് പറയുന്ന വേരിയബിൾ നെയിം ഈക്വൽ P ക്യാപിറ്റൽ ഫോട്ടോ ഇമേജ് ഓഫ് ഫയൽ ഈക്വൽ നമുക്ക് എന്ത് ചെയ്യാം, ഫയല് കോൾ ചെയ്യണം അല്ലേ. ഇമേജ് കണ്ടോ, ഫയൽ വന്നു, ഇമേജ് സ്ലാഷ് എന്താണ് ബി, കണ്ടോ bills.png. അത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ 2 പാരാമീറ്റർ സെറ്റ് ചെയ്യണം. അതായത് 2 പാരാമീറ്റർ സെറ്റ് ചെയ്യുന്ന പറയുമ്പോൾ ട്രൂ ഓർ ഫോൾസ് 2 പാരാമീറ്റർ ആണ്. ട്രൂ കൊടുക്കുവാണെങ്കിൽ നമുക്ക് മൾട്ടിപ്പിൾ ആയിട്ടുള്ള വിൻഡോസ് നമുക്ക് അവൈലബിൾ ആണ്, നമുക്ക് എന്താണ് എല്ലായിടത്തും ആ ഒരു ഐക്കൺ തന്നെ വരും. ഇപ്പൊ ഇവിടെ നോക്കിയേ, ഈ ഒരു പൈച്ചാമിന്റെ ഐക്കൺ നമ്മൾ സെറ്റിങ്സ് എടുത്താൽ പോലും സെയിം തന്നെയാണ് ഐക്കൺ അല്ലേ, ഇത് സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടില്ല. ഓക്കെ, അപ്പൊ എന്താണ് ചെയ്യുന്നത്, നമ്മളവിടെ ട്രൂവും ഫോൾസും ഉണ്ട്. ഫോൾസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ വിൻഡോയിൽ മാത്രമേ നമുക്ക് ആ ഒരു ഐക്കൺ കാണത്തുള്ളൂ. ട്രൂ കൊടുത്തു കഴിഞ്ഞാൽ ആ സെയിം ഐക്കൺ എല്ലാ വിൻഡോസിലും നമുക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പൊ നമുക്കിവിടെ IMG എന്ന് പറയുന്ന വേരിയബിൾ നെയിം ഈക്വൽ ഫോട്ടോ ഇമേജ് ഓഫ്, P ക്യാപിറ്റൽ ലെറ്റർ ആണ്, ഐയും ക്യാപിറ്റൽ ലെറ്റർ ആണ്, ഫോട്ടോ ഇമേജ് ഓഫ് ഫയൽ ഈക്വൽ നമുക്ക് പാത്ത് നമുക്ക് ഓൾറെഡി അവിടെ അവൈലബിൾ ആയിട്ടുണ്ട് അല്ലെ. ഫയൽ നമുക്ക് ഇമേജ് എന്ന് പറയുന്നത് നമുക്ക് അവിടെ അവൈലബിൾ ആയിട്ടുണ്ട്, ഇമേജ് സ്ലാഷ് bills.png. അത് കഴിഞ്ഞതിന് ശേഷം റൂട്ട് ഡോട്ട് ഐക്കൺ ഫോട്ടോ. ഓക്കെ, ഐക്കൺ ഫോട്ടോ ഓഫ്, ഇവിടെ വേണം പാരാമീറ്റർ പറഞ്ഞു കൊടുക്കാൻ. ഞാൻ ഇവിടെ ഫോൾസ് പറഞ്ഞു കൊടുക്കുന്നു. ട്രൂ ഞാൻ കാണിച്ചു തരാം, മൾട്ടിപ്പിൾ ആയിട്ടുള്ള വിൻഡോ നമ്മൾ ചെയ്യുമ്പോൾ ട്രൂ ആഡ് ചെയ്യുന്നത് കാണിക്കും. ഇപ്പൊ നമ്മളിവിടെ ട്രൂ കൊടുത്താലും ആ ഇമേജ് കാണും, അല്ലാതെ നമുക്ക് ഇഷ്യൂ ഒന്നും ഇല്ല. ഓക്കെ, ഞാൻ ഇവിടെ ഫോൾസ് കൊടുത്തു, കോമ. നമ്മൾ എന്ത് ചെയ്യണം, ഈ ഇമേജ് എന്നുള്ള വേരിയബിൾ നെയിമിനെ ഇങ്ങോട്ടേക്ക് കോൾ ചെയ്യണം, IMG. എന്നിട്ട് റൺ ചെയ്യാണ്. റൺ ചെയ്യുമ്പോൾ നോക്കിയേ, കണ്ടോ എനിക്ക് അതിൻ്റെ ഐക്കൺ ചേഞ്ച് ആയി, ബില്ലിംഗ് എന്നുള്ള ഐക്കൺ എനിക്ക് ചേഞ്ച് ആയി. ഓക്കെ, അപ്പോ ഇനി നമുക്ക് എന്ത് വേണം, ഇതിൻ്റെ അകത്ത് നമുക്കൊരു ലേബൽ എഴുതണം അല്ലേ. അപ്പൊ ലേബൽ എന്താണ്, നമുക്ക് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊന്നും ഉണ്ടാവില്ല, അതായത് നമുക്കൊരു ലേബലാണ്.
അല്ലേ? അപ്പോൾ ഒരു ലേബൽ നമുക്ക് ചെയ്യാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ലേബൽ ഓഫ് റൂട്ട്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഐക്കൺ സ്റ്റാർട്ട് ആണ്. ഐക്കൺ സ്റ്റോപ്പ് ചെയ്യാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഐക്കൺ എൻഡ് എന്ന് കൊടുക്കാം. ഐക്കണിന്റെ ഡേറ്റ അത്രയേ ഉള്ളൂ. ഓക്കെ, മനസ്സിലാവാൻ വേണ്ടിയാണ്. ഇനിയിപ്പോൾ ഞാൻ അതിൻ്റെ അകത്ത് ഒരു ലേബൽ കൊടുക്കാൻ പോവാണ്. ഓക്കെ, ഒരു ലേബൽ ഞാൻ അതിൻ്റെ അകത്ത് ആഡ് ചെയ്യാൻ പോവാണ്. ലേബൽ ഓഫ് റൂട്ട് കോമ ടെക്സ്റ്റ് ഈക്വൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് അല്ലെങ്കിൽ ഒരു നെയിം കൊടുക്കാം. ഓക്കെ, ഓക്കെ, നമുക്ക് കഫേ ഷോപ്പ് സ്ലാഷ് ഇ കെ എന്ന് കൊടുത്തു. ഓക്കെ, ഞാൻ ഇങ്ങനൊരു ലേബൽ കൊടുത്തു. ഇങ്ങനൊരു ലേബൽ ഞാനിവിടെ കൊടുത്തിട്ട് ഞാനൊന്ന് റൺ ചെയ്യാൻ പോവാണ്. ഓക്കെ, ഇങ്ങനൊരു ലേബൽ ഞാനിവിടെ കൊടുത്തിട്ട് ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? ഞാനിവിടെ റൺ ചെയ്യാനായിട്ട് പോവാണ്. ഓക്കെ, ഞാൻ റൺ ചെയ്തു. റൺ ചെയ്യുമ്പോൾ നോക്കി, നമുക്ക് ആ ലേബൽ ഇവിടെ ഡിസ്പ്ലേ ആയിട്ടുണ്ടോ? ഇല്ല. ഈ ടിക്കറ്റിൻ്റെ അകത്ത് എക്സ് വൈ ഡയറക്ഷനാണ്. ഓക്കെ, അപ്പം നമ്മൾ അതിൻ്റെ പൊസിഷൻ പറഞ്ഞു കൊടുക്കണം. ഓക്കെ, എക്സിൽ ഏതാണ് എക്സിൻ്റെ പൊസിഷൻ, വൈയുടെ പൊസിഷൻ പറഞ്ഞു കൊടുക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു ഡേറ്റ നമുക്കവിടെ ആഡ് ആവുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഡോട്ട് പാക്ക് യൂസ് ചെയ്യാം, ഡോട്ട് ഗ്രിഡ് യൂസ് ചെയ്യാം, ഡോട്ട് പ്ലേസ് യൂസ് ചെയ്യാം. 3 കാര്യങ്ങൾ നമുക്ക് യൂസ് ചെയ്യാം. ഇപ്പം ഞാൻ ഇവിടെ ഡോട്ട് പാക്ക് ആണ് കൊടുക്കുന്നത്. കാരണം നമ്മൾ എന്തൊരു ലേബൽ എഴുതിയാലും ബട്ടൺ എഴുതിയാലും നമ്മൾ എന്ത് ചെയ്യണം? ഡോട്ട് പാക്കോ അല്ലെങ്കിൽ ഡോട്ട് ഗ്രിഡോ അല്ലെങ്കിൽ ഡോട്ട് പ്ലേസോ നമ്മൾ യൂസ് ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് ആ ഡേറ്റ നമുക്ക് അവിടെ ഡിസ്പ്ലേ ആവത്തുള്ളൂ. ഇപ്പൊ ഞാൻ ലേബൽ ഓഫ് എൽ ക്യാപിറ്റൽ ലെറ്റർ ആണ്. ഓക്കെ, സ്മോൾ ലെറ്റർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ എടുക്കില്ല. ലേബൽ ഓഫ് റൂട്ട് കോമ ടെക്സ്റ്റ് ഈക്വൽ ടെക്സ്റ്റിനകത്ത് ഒരു നെയിം കഫേ ഷോപ്പ് സ്ലാഷ് ഇ കെ എന്ന് കൊടുത്തിട്ടുണ്ട്. ഡോട്ട് പാക്ക് എന്നിട്ട് റൺ ചെയ്യാൻ പോവാണ്. ഓക്കെ, ഇപ്പൊ നോക്കിയേ, കഫേ ഷോപ്പ് സ്ലാഷ് എറണാകുളം എന്നുള്ളത് എനിക്കിവിടെ വന്നു അല്ലേ? ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ കണ്ടില്ലേ ഒരു വൈറ്റ് ഉണ്ട് അല്ലേ? അതായത് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ എന്താണ്? ഒരു വൈറ്റ് ഉണ്ട്. അപ്പൊ നമുക്ക് ഈ കളറുമായിട്ട് മാച്ച് ആവണം. അപ്പൊ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് കൊടുത്ത കളർ എന്താണ്? ഗ്രേ ആണ്. അപ്പൊ ആ കളർ തന്നെ ഈ ലേബലിന്റെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ കൊടുക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ബാക്ക്ഗ്രൗണ്ട് ഒന്ന് ഫുൾ എഴുതണ്ട, ബി ജി എന്ന് കൊടുത്താൽ മതി. ബി ജി ഈക്വൽ ഗ്രേ. നിങ്ങൾക്ക് വേറെ എന്ത് കളർ വേണമെങ്കിലും എഴുതാം കേട്ടോ. ഞാൻ ഗ്രേ കൊടുത്തു. നോക്കിയേ, സെയിം ആയി. ഓക്കെ, ഇനിയും എഫ് ജി എന്ന് പറയുന്നത് ഫോർഗ്രൗണ്ട് കളറാണ്. അതായത് ലെറ്ററിന്റെ കളർ നമുക്ക് ചേഞ്ച് ചെയ്യാം. റെഡ് കൊടുക്കാം, കണ്ടില്ലേ? അല്ലെങ്കിൽ വേറെ എന്ത് കളർ വേണമെങ്കിലും നമുക്ക് അതിൻ്റെ അകത്ത് ആഡ് ചെയ്യാം. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു? ഞാനിവിടെ കോമ ഫോണ്ട് ഈക്വൽ ബോൾഡ് എന്ന് കൊടുക്കുകയാണ്. ഓക്കെ, ഞാൻ ജസ്റ്റ് കൊടുക്കുവാണ്. ഓക്കെ, നമുക്കിവിടെ ബോൾഡ് ആയി. നമുക്കിവിടെ ഓക്കെ, നമുക്കൊരു കാര്യം കൂടെ നോക്കാം. ഓക്കെ, അതായത് നമുക്ക് വേറൊരു കളർ കൊടുക്കാം. ഫിൽ ഈക്വൽ എക്സ് നമുക്ക് ഇവിടെ വർക്ക് ആവും ചെക്ക് ചെയ്യാം. കോമ ഓക്കെ, അവിടെ എടുക്കത്തില്ല, നമുക്ക് അവിടെ തന്നെയാണ് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഫിൽ ഈക്വൽ എക്സ് എന്ന് കൊടുത്തത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ് വൈ ഡയറക്ഷനാണ്. എക്സ് വൈ ഡയറക്ഷൻ. ഓക്കെ, ഇപ്പം നമ്മളിതിപ്പം ഒരു ഹെഡിങ് ആണല്ലോ കൊടുത്തേക്കുന്നത്, ഒരു ലേബലാണ് കൊടുത്തേക്കുന്നത് അല്ലേ? അപ്പം ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ കളർ നമുക്ക് ഗ്രീൻ മാറ്റിയിട്ട് ഗ്രേക്ക് മാച്ച് ആവുന്നത് നമുക്ക് എന്താണ്?
ഓക്കെ, ഗ്രേക്ക് മാച്ച് ആവുന്ന കളർ ഏതാണ് കൊടുക്കാൻ പറ്റുന്നത്? നമുക്ക് സിയാൻ ബോറായിരിക്കും. ഓക്കെ, ഓക്കെ, നമുക്ക് വൈറ്റ് തന്നെ കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് ബ്ലാക്ക് കൊടുക്കാം. എന്നിട്ട് വൈറ്റ് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്കൊരു ലേബൽ എഴുതുമ്പോൾ ഫിൽ എക്സ് എന്ന് പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കളർ നമുക്ക് എന്ത് ചെയ്യാം, ഈ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ഈ ഒരു ഇതിൽ ഫില്ലായിട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഫിൽ എക്സ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ എക്സ് ഫുൾ അത് ഫില്ലാവും. ഓക്കെ, കണ്ടില്ലേ? നമുക്കിതിനെ ടോപ്പിലാക്കാം, ബോട്ടവും ആക്കാം. ഓക്കെ, അപ്പം ഓക്കെ, ടോപ്പും കൊടുക്കാം, നമുക്ക് ബോട്ടവും കൊടുക്കാം. അത് നമുക്ക് കാണിച്ചു തരാം. ഇപ്പം നോക്കിയേ, കഫേ ഷോപ്പ് എന്ന് പറഞ്ഞിട്ട് ഞാൻ എനിക്ക് എന്ത് ചെയ്തു, ഒരു ഹെഡിങ്ങിന് വേണ്ടിയാണ് ഞാനിപ്പോൾ ഇവിടെ കൊടുത്തേക്കുന്നത്. ഓക്കെ, അപ്പം കഫേ ഷോപ്പിന് നമുക്കൊരു ബില്ലിംഗ് എടുക്കുമ്പോൾ നമുക്ക് എന്താണ് ആദ്യം വേണ്ടത്? ഒരു ലോഗിൻ പേജ് വേണം അല്ലേ? അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു ലോഗിൻ കൊടുക്കുവാണ്. ഓക്കെ, ഒരു ലേബൽ തന്നെ ഞാൻ കൊടുക്കാൻ പോവാണ്, Ctrl+D. അപ്പൊ ഇവിടെ ഞാൻ ഡോട്ട് പാക്ക് യൂസ് ചെയ്യുന്നതിന് പകരം ഡോട്ട് പ്ലേസ് ആണ് കൊടുക്കാൻ പോകുന്നത്. അപ്പൊ ഡോട്ട് പ്ലേസ് നമുക്ക് കൊടുക്കുമ്പോൾ നമുക്ക് നോക്കിയേ, ഇപ്പം 0 മുതൽ x0 y0. ഓക്കെ, അതായത് എക്സ് വൈ ഡയറക്ഷൻ ആണല്ലോ. x0 1 2 3 4 5 6 അങ്ങനെ വരും. y എന്താണ് 0 1 2 3 4 5 6 അങ്ങനെ വരും. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, പ്ലേസ് നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, ഞാനിവിടെ എന്ത് ചെയ്യുന്നു, പ്ലേസ് ഓക്കെ ഓഫ് എക്സിനൊരു ഡയറക്ഷൻ എക്സ് ഈക്വൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു 100 കൊടുക്കാം, കോമ വൈ ഈക്വൽ ഞാനൊരു 100 കൊടുത്തു. ഓക്കെ, എന്നിട്ട് നമുക്കൊന്ന് റൺ ചെയ്യാം. നമുക്കിവിടെ എന്താണ്, ഫില്ല് അവിടെ എടുക്കത്തില്ല. ഓക്കെ, ഫില്ല് നമുക്കവിടെ മാറ്റാം. എന്നിട്ട് നമുക്ക് റൺ ചെയ്യാം. ഓക്കെ, നോക്കിയേ, നമുക്കിവിടെയാണ് വന്നത് അല്ലേ? നമുക്കപ്പോൾ അത് അവിടെ വേണ്ട, നമുക്ക് ഈ സെൻട്രലായിട്ട് നമുക്ക് ഇവിടെ വേണം ലോഗിൻ എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അപ്പം നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് എക്സ് ഡയറക്ഷൻ കുറച്ചുകൂടെ ചേഞ്ച് ചെയ്യണം. 200 കൊടുക്കാം. ഓക്കെ, 200 കൊടുക്കുമ്പം ഇവിടെ വന്നു, ഇതിൻ്റെ തൊട്ട് താഴെ വേണം അല്ലേ? അപ്പം നമുക്ക് 250 കൊടുക്കാം. 250. ഓക്കെ, നമുക്ക് അത്രയും വന്നില്ല. അപ്പം നമുക്ക് എന്താണ് 290 കൊടുക്കാം. ഓക്കെ, 290 വേണ്ട, 280. ഓക്കെ, കറക്റ്റ് ആണ് അല്ലേ? ഇത് കുറച്ചുകൂടെ നമുക്ക് മേളിലോട്ടാക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, വൈയുടെ പൊസിഷൻ മാറ്റി കൊടുക്കണം. വൈ ഒരു 50 കൊടുക്കാം. ഓക്കെ, അപ്പം നമുക്ക് അവിടെ എന്ത് വേണം, യൂസർ ലോഗിൻ എന്ന് കൊടുക്കാം. യൂസർ ലോഗിൻ. ഓക്കെ, അപ്പം നമുക്ക് ബാക്ക്ഗ്രൗണ്ട് എന്താണ്, ബ്ലാക്ക് വേണ്ട, അതല്ലാതെ നമുക്ക് എന്ത് ചെയ്യാം, ഗ്രേവായിട്ട് മാച്ച് ആവുന്നത്. ഓക്കെ, നമുക്ക് ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ ഒന്നും കൊടുക്കണ്ട, ബാക്ക്ഗ്രൗണ്ട് അവിടെ ഒഴിവാക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ലോഗിൻ അവിടെ ഉണ്ടാവും അല്ലേ? ഓക്കെ, ബാക്ക്ഗ്രൗണ്ട് നമുക്കിവിടെ അതുമായിട്ട് മാച്ച് ആവണം കേട്ടോ. ബാക്ക്ഗ്രൗണ്ട് ഗ്രേ കൊടുക്കാം, വൈറ്റ് മാറ്റിയിട്ട് ബ്ലാക്ക് കൊടുക്കാം. ഓക്കെ, യൂസർ ലോഗിൻ. ഓക്കെ, അപ്പം നമുക്ക് കുറച്ചുകൂടെ സെൻട്രൽ ആക്കണം, കാരണം നമ്മുടെ വൈറ്റ് ഉള്ളത് കൊണ്ട് നമുക്കത് അറിയില്ലായിരുന്നു. ഓക്കെ, അപ്പം നമുക്ക് 300. യെസ്, നമുക്കിവിടെ യൂസർ ലോഗിൻ നമുക്കിവിടെ വന്നു. ഓക്കെ, ഇനി നമുക്ക് എന്ത് വേണം, ഒരു യൂസർ നെയിം എന്നും വേണം, അതേപോലെ തന്നെ പാസ്വേഡും വേണം, 2 ബോക്സ് വേണം. ഓക്കെ, അപ്പം നമുക്ക് എന്ത് ചെയ്യാം, യൂസർ നെയിമിനും അതേപോലെ തന്നെ പാസ്വേഡിനും എന്ത് കൊടുത്താൽ മതി, ലേബൽ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, യൂസർ നെയിമിനും പാസ്വേഡിനും. ഓക്കെ, യൂസർ നെയിം പാസ്വേഡ്. ഓക്കെ, അപ്പോൾ പാസ്വേഡും കൂടെ നമുക്കവിടെ കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ എക്സും വൈയും ഡയറക്ഷൻ നമുക്ക് ചേഞ്ച് ചെയ്യണം. അപ്പോൾ എക്സ് നമുക്ക് ഒരു 100 അല്ലെങ്കിൽ ഓക്കെ 100 കൊടുക്കാം.
ഇവിടെയും എക്സ് നമുക്ക് എന്ത് ചെയ്യാം 100 കൊടുക്കാം. വൈ നമുക്ക് ഒരു 100ഉം അതേപോലെ തന്നെ 150 കൊടുക്കാം. ഓക്കെ, നോക്കിയേ യൂസർ നെയിമും പാസ്വേഡും നമുക്ക് ഇവിടെ വന്നു അല്ലേ. നമുക്ക് വേണമെങ്കിൽ ബോൾഡ് കാര്യങ്ങളൊക്കെ നമുക്ക് മാറ്റാം, ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്യാം. ഓക്കെ, യൂസർ നെയിമും പാസ്വേഡും സെയിം ആണ്. ഓക്കെ, വൈ ഡയറക്ഷനും എക്സ് ഡയറക്ഷനും നമ്മളിവിടെ പറഞ്ഞു കൊടുത്തു. ഇനി നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ ഇവിടെ യൂസർ നെയിമും പാസ്വേഡും ടൈപ്പ് ചെയ്യാനായിട്ട് 2 ബോക്സ് വേണം അല്ലേ. 2 ബോക്സ് നമുക്ക് എന്ത് ചെയ്യണം ഇവിടെ കൊടുക്കും. അതിനാണ് എൻട്രി ബോക്സ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, അപ്പൊ ഈ പൊസിഷൻ എല്ലാം നമുക്ക് നോക്കണം കേട്ടോ. അപ്പൊ ഇനിയിപ്പം എക്സിന് എന്താണ്, വൈ നമ്മുടെ പൊസിഷനാണ്. അപ്പൊ എക്സിന്റെ കുറച്ച് അപ്പുറത്ത് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, എൻട്രി ബോക്സ് ചെയ്യാനായിട്ട്. വൈയുടെ പൊസിഷൻ സെയിം തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പൊ എൻട്രി ബോക്സ് നമുക്ക് ടൈപ്പ് ചെയ്യണം. അപ്പൊ ഈ ക്യാപിറ്റൽ ലെറ്റർ ആണ് എൻട്രി ഓഫ് റൂട്ട്. കാരണം നമുക്ക് അതിൻ്റെ വേറെ കാര്യങ്ങളൊന്നും എഴുതേണ്ട കാര്യമില്ല, കാരണം നമുക്കതൊരു ബോക്സ് ആണ്, വൈറ്റ് ബോക്സ് ആണ്. ഹൈറ്റും വിഡ്ത്തും നമുക്ക് എന്ത് ചെയ്യാം, ചേഞ്ച് ചെയ്യാം. ഓക്കെ, അപ്പൊ എൻട്രി ഓഫ് റൂട്ട് ഡോട്ട് പ്ലേസ് എക്സ് ഈക്വൽ അവിടെ 100 അല്ലേ, അപ്പൊ നമുക്കൊരു 300 കൊടുക്കാം, കോമ വൈ ഈക്വൽ 100 തന്നെയാണ്. ഓക്കെ, റൺ ചെയ്യാം. അപ്പൊ നോക്കിയേ ഇവിടെ വന്നല്ലേ. നമുക്ക് ഒരു കാര്യം ചെയ്യാം, വിഡ്ത്ത് കുറച്ചുകൂടെ സെറ്റ് ചെയ്തിട്ട് ഇതിന്റെ തൊട്ടടുത്ത് തന്നെ നമുക്കത് പേസ്റ്റ് ചെയ്യിപ്പിക്കണം. ഓക്കെ, അപ്പൊ നമുക്കിവിടെ കോമ വിഡ്ത്ത് ഈക്വൽ നമുക്കൊരു 30 കൊടുക്കാം അല്ലേ. 30 കൊടുത്ത് നമുക്ക് റൺ ചെയ്യാം. യെസ്, നമുക്ക് ഇത്രയും പോരെ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമുക്കതിനെ പതുക്കെ ചേഞ്ച് ചെയ്യാം. ഓക്കെ, ഇപ്പൊ 200 കൊടുക്കാം. യെസ്, 200 കൊടുത്തപ്പോൾ തൊട്ടിപ്പുറത്ത് തോന്നും. അപ്പൊ നമുക്ക് 200 വേണ്ട, നമുക്ക് എന്ത് ചെയ്യാം, ഓക്കെ 210 കൊടുക്കാം. ഓക്കെ, 210ഉം പറ്റത്തില്ല, നമുക്കൊരു 220 കൊടുത്തിട്ട് കുറച്ച് താഴോട്ടാക്കണം കേട്ടോ. 220 കൊടുക്കാം. യെസ്, 220 മതി. അപ്പം നമുക്ക് വൈയുടെ വാല്യൂ കുറച്ചൊന്ന് താഴ്ത്തി കൊടുക്കണം, കാരണം നമുക്ക് എന്താണ് ഇവിടെ താഴോട്ട് വരണം. അപ്പം ഇത് എന്തുകൊണ്ടാണ് അങ്ങനെ എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടില്ലേ, ഈ യൂസറിന് സ്ട്രെയിറ്റ് ആണ് നമ്മുടെ ഇത്. ഓക്കെ, ഈ യൂസറിന്റെ ഈ ഒരു ബോർഡറിലും ഇതും സെയിം ആണ്, അതുകൊണ്ടാണ് വൈയുടെ വെർഷൻ നമുക്ക് അവിടെ വന്നത്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, വൈ 1.5 കൊടുക്കാം. ഓക്കെ, കറക്റ്റ് ആണ് അല്ലേ. ഒരു പൊടിക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ വേണമെങ്കിൽ താക്കണേ താക്കാം. നമുക്കിപ്പോൾ ഇവിടെ യൂസർ നെയിം ഇങ്ങനെ കൊടുക്കാം. ഓക്കെ, അതേപോലെ നമുക്കിനി എന്ത് വേണം, ഇതേ ബോക്സ് തന്നെ നമുക്ക് പാസ്വേഡും വേണം. അപ്പം എക്സിന്റെ ഡയറക്ഷൻ സെയിം തന്നെയാണ്, വൈയുടെ ഡയറക്ഷൻ നമുക്ക് എന്ത് ചെയ്താൽ മതി, ചേഞ്ച് ചെയ്താൽ മതി. അപ്പം നമുക്കൊരു 130 കൊടുക്കാം. ഓക്കെ, 130 പറ്റത്തില്ല, നമുക്കൊരു 200 കൊടുക്കാം. ഓക്കെ, 150 ആണല്ലേ. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, 160 കൊടുത്തു നോക്കാം. ഓക്കെ, അപ്പൊ 160 വരുമ്പോൾ കുറച്ച് താഴെ പോയി. അപ്പൊ നമുക്ക് എന്താണ് 158 കൊടുക്കാം, അല്ലെങ്കിൽ 159 കൊടുക്കാം. 159. ഓക്കെ, അതും പറ്റത്തില്ല, 157 കൊടുക്കാം. ഓക്കെ, കറക്റ്റ് ആയിട്ടുണ്ട് അല്ലേ. അപ്പൊ നമുക്കിവിടെ പാസ്വേഡ് നമുക്കിവിടെ ടൈപ്പ് ചെയ്യാം. ഇനി നമുക്ക് എന്ത് ചെയ്യണം, റൺ ചെയ്യാം. റൺ ചെയ്യുമ്പോൾ നമുക്കിവിടെ ലോഗിൻ എന്നുള്ള ബട്ടൺ കിട്ടണം. ഓക്കെ, പക്ഷെ നമുക്കിവിടെ എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇത് രണ്ടും ഈ ഒരു സൈഡിലോട്ടായി, ഇത് ഇവിടെ സെൻട്രലോട്ട് ഇങ്ങോട്ടും ആയി അല്ലേ. അപ്പോൾ നമുക്ക് കാര്യം ചെയ്യാം, വേണം ഇതിന് ഇങ്ങോട്ടേക്ക് വേണം നീക്കാം, പക്ഷേ അത് ചെയ്യാം. ഓക്കെ, ശരി, ഇങ്ങനെയല്ലേ. നമുക്ക് നിങ്ങളത് അലൈൻമെന്റ് ചെയ്താൽ മതി. ഇനി ഞാൻ എന്ത് ചെയ്യണം, യൂസർ നെയിമും പാസ്വേഡും ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കൊരു ലോഗിൻ എന്ന് പറയുന്ന ഒരു ബട്ടൺ വേണം അല്ലേ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു ലോഗിൻ്റെ ഒരു ബട്ടൺ ഞാനിവിടെ ചെയ്യാൻ പോകുന്നു. അപ്പോൾ ബി ക്യാപിറ്റൽ ലെറ്റർ ആണ്, ബട്ടൺ ഓഫ് റൂട്ട് കോമ ടെക്സ്റ്റ് ഈക്വൽ ലോഗിൻ. ഓക്കെ, കോമ ബി ജി ഈക്വൽ ഗ്രീൻ കൊടുക്കാം. ഓക്കെ, അതിന് മുന്നേ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കളർ ഏതാ നോക്കാം. ഡോട്ട് പ്ലേസ്, എവിടെയാണ് പ്ലേസ് ചെയ്യേണ്ടത്, എക്സ് ഈക്വൽ 220 വേണ്ട, നമുക്കൊരു 2, ഓക്കെ 200 കോമ വൈ ഈക്വൽ, നമുക്കത് പിന്നെ അലൈൻമെന്റ് ചെയ്യാം അല്ലേ. 300 കൊടുക്കാം, എന്നിട്ട് റൺ ചെയ്യാം. ഓ, ഇങ്ങനെ താഴെ വന്നല്ലേ, വൈ കൊടുത്തപ്പം 300 കൊടുത്തപ്പം നമുക്കവിടെ
200 അല്ലെങ്കിൽ 200 വേണ്ട, 250 കൊടുക്കാം. ഓക്കെ, 250, 230. ഓക്കെ, ഇനി നമുക്ക് കുറച്ചൊരു എലമെന്റ് വന്നിട്ട് ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, ഈ ബട്ടൺ നോക്കി കണ്ടോ. അപ്പൊ ബട്ടന്റെ കളർ എന്ത് ചെയ്യാം, നമുക്കൊരു ഗ്രീൻ കൊടുക്കാം അല്ലെ. കോമ BG ഈക്വൽ ഗ്രീൻ. ഓക്കെ, ഇത് ഓക്കെയാണ് അല്ലേ. ഇപ്പൊ ചെറിയൊരു ബട്ടൺ വേണ്ട, എനിക്ക് ഇച്ചിരി കൂടുതൽ ഒരു ഇത്രയും ഉള്ള ഒരു ലെങ്ത് ഉള്ള ഒരു ബട്ടൺ എനിക്ക് വേണം. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, വിഡ്ത്ത് ഈക്വൽ, ഹൈറ്റ് കൂട്ടണ്ട, ഹൈറ്റ് അത് തന്നെ മതി. വിഡ്ത്ത് ഈക്വൽ 30 കൊടുക്കാം. ഓക്കെ, നോക്കിയേ, നല്ല അടിപൊളി ബട്ടൺ അല്ലേ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ നമുക്ക് ഇങ്ങോട്ടേക്ക് പ്ലേസ് ചെയ്യിപ്പിക്കാം. ഓക്കെ, അപ്പോൾ പ്ലേസ് ചെയ്യിപ്പിക്കുക എന്ന് പറയുമ്പോൾ അതിനെ നമുക്ക് എക്സിന്റെ ഡയറക്ഷൻ നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് ആദ്യം നമുക്ക് വൈയുടെ ഡയറക്ഷൻ 200 കൊടുക്കാം. ഓക്കെ, അപ്പോൾ 200 ഇവിടെ വന്നു. ഓക്കെ, നമുക്കിതിങ്ങനെ മതി. അല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ വലുത് വേണമെങ്കിൽ വലിയൊരു ബട്ടൺ കൊടുക്കാം. ഓക്കെ, നമുക്കിപ്പം ഒരു ബോറായല്ലേ. ഓക്കെ, നമുക്കിപ്പോൾ ഒരു കാര്യം ചെയ്യാം, വേണമെങ്കിൽ നമുക്ക് വിഡ്ത്ത് നമുക്കൊരു 6 കൊടുക്കാം. ഓക്കെ, ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് വൈയുടെ വാല്യൂ 300 കൊടുക്കാം. ഓക്കെ, 320 കൊടുക്കാം. ഓക്കെ, ഓക്കെ, അപ്പോൾ 3. ഓക്കെ, അപ്പോൾ നമുക്കിത് കൊടുക്കാം. അപ്പോൾ ലോഗിൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ലോഗിൻ എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരണം, നമുക്കിവിടെ ലോഗിൻ എന്നുള്ള റെസ്പോൺസ് ആണ്. ഓക്കെ, നമുക്ക് വേറൊരു കാര്യം കൂടി ചെയ്യാം, ഒരു ബട്ടൺ കൊടുക്കണം. അതായത് എന്ത് ബട്ടൺ ആണ്, നമുക്ക് നമ്മുടെ ക്യാൻസൽ വേണമെങ്കിൽ ക്യാൻസലും ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് 240 കൊടുക്കാം. 240ൽ നമുക്ക് റൺ ചെയ്യാം. ഓ, ബട്ടൺ അപ്പുറത്ത് പോയി, 2400 ആയിപ്പോയി. ഓക്കെ, 240 കൊടുക്കാം, ബട്ടൺ ഇവിടെ. ഇനി ഇതേപോലൊരു ബട്ടൺ നമുക്ക് എന്ത് ചെയ്യാം, ക്യാൻസൽ എന്ന് പറയുന്ന ഒരു ബട്ടൺ കൊടുക്കാം. ഓക്കെ, ക്യാൻസൽ, ലോഗിൻ ചെയ്യേണ്ട, ക്യാൻസൽ ചെയ്യണമെങ്കിൽ ക്യാൻസൽ ചെയ്യാം. ക്യാൻസൽ നമുക്ക് റെഡ് കൊടുക്കാം അല്ലേ. റെഡ് പ്ലീസ്, നമുക്കിപ്പോൾ ഒരു 340 കൊടുക്കാം. 200 തന്നെ മതി. ഓക്കെ, ക്യാൻസൽ, ലോഗിൻ. ഓക്കെ, അപ്പം നമുക്ക് എന്താണ്, ലോഗിനിൽ ക്ലിക്ക് ചെയ്യുമ്പം ലോഗിൻ സക്സസ്ഫുൾ എന്നുള്ള ഒരു മെസ്സേജ് നമുക്കിപ്പോൾ ഒരു കൺസോളിൽ കാണണം. അതിനായിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഫംഗ്ഷൻ എഴുതണം. ഫംഗ്ഷൻ എഴുതുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ബട്ടന്റെ മുകളിൽ വേണം ഫംഗ്ഷൻ എഴുതാനായിട്ട്. ഓക്കെ, ലോഗിൻ ഫംഗ്ഷൻ. ഓക്കെ, DSPs ലോഗിൻ എന്ന് കൊടുത്തു, കോളൻ പ്രിന്റ് ഓഫ് സക്സസ്ഫുൾ എന്ന് കൊടുത്തു. ഓക്കെ, ഈ ലോഗിൻ എന്ന് പറയുന്ന ആ നെയിമിനെ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ കോൾ ചെയ്യണം. കോമ കമാൻഡ് ഈക്വൽ ലോഗിൻ. ഓക്കെ, എന്താണ് അവിടെ എറർ ഇല്ലല്ലോ. ഓക്കെ, എറർ ഇല്ല. ലോഗിൻ എന്ന് കൊടുക്കുമ്പോൾ കണ്ടില്ലേ, ലോഗിൻ സക്സസ്ഫുൾ എന്ന് പറയുന്ന മെസ്സേജ് നമുക്കവിടെ റെസ്പോൺസ് ആവുന്നുണ്ട്. ബട്ടണിൽ ക്ലിക്ക് ചെയ്യും, കാരണം ഫംഗ്ഷനെ ക്രിയേറ്റ് ചെയ്യുന്നു, ഫംഗ്ഷനെ ബട്ടണിൽ കോൾ ചെയ്ത് കൊടുത്തു. ക്യാൻസൽ ചെയ്യുമ്പം എനിക്ക് എന്താവണം, ക്വിറ്റ് ആയി പോകണം, അതായത് ഫുള്ളായിട്ട് ക്ലോസ് ആയി പോകണം. അതിന് നമുക്ക് എന്ത്, ഇൻബിൽട്ട് ആയിട്ട് ക്വിറ്റ് എന്ന് പറയുന്ന ഒരു മെത്തേഡ് ഉണ്ട്, പക്ഷെ അത് കൊടുക്കാൻ പാടില്ല. കാരണം അത് കൊടുത്തു കഴിഞ്ഞാൽ EXE ഫയലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ എറർ കാണിക്കും. ഓക്കെ, അപ്പം നമുക്ക് എന്ത് ചെയ്യാം, റൂട്ട് ഡോട്ട് ഡിസ്ട്രോയ്. ഡിസ്ട്രോയ് എന്ന് പറയുമ്പോൾ ആ ഡിസ്പ്ലേനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിസ്ട്രോയ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ നോക്കി, എനിക്കിപ്പോൾ ഇത് ലോഗിൻ ചെയ്യേണ്ട, ലോഗിൻ ചെയ്യാത്തതുകൊണ്ട് നമുക്കിത് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ അത് ഡിസ്ട്രോയ് ആയി പോകും. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ലോഗിൻ എന്നുള്ള സക്സസ്ഫുൾ മെസ്സേജ് നമുക്ക് വരും. ഓക്കെ, ഡേറ്റ കൊടുക്കുന്നു. ഇതിനെ നമ്മൾ ഗെറ്റ് ചെയ്ത് എങ്ങോട്ടേക്ക് വിടണം, നമ്മുടെ ഡേറ്റാ ബേസിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഇതിൻ്റെ വിഡ്ത്ത് നമുക്കൊരു 600 കൊടുക്കാം. ഓക്കെ, നിങ്ങളിത് അലൈൻമെൻറ്റ് കുറച്ചുകൂടി സെറ്റ് ചെയ്താൽ മതി കേട്ടോ.
അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ഇതിന് ബിൽഡ് ചെയ്തു അല്ലേ? അപ്പോൾ ലോഗിൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്താവണം? അടുത്തൊരു വിൻഡോയിലോട്ട് പോകണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? അടുത്തൊരു വിൻഡോ നമുക്ക് എഴുതണം. ഓക്കെ, ലോഗിൻ, യൂസർ ലോഗിൻ എന്നുള്ള നമ്മുടെ നമുക്കൊരു എന്താണ് ഫ്രീലാൻസ് ആയിട്ട് നമുക്കൊരു പ്രോജക്റ്റ് ഒക്കെ എടുക്കുകയാണെങ്കിൽ ഇത് നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാന്നുള്ളൂ കേട്ടോ. കാരണം നമ്മളിവിടെ നമുക്ക് ഇങ്ങനെ കിട്ടുന്നതൊക്കെ നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കാരണം അതൊരു വൺ ടൈം സെറ്റിൽമെന്റ് മാത്രമേ ഉള്ളൂ. നമുക്ക് പിന്നെ അതിന്റെ സർവീസോ കാര്യങ്ങളോ നമുക്കൊന്നും വരുന്നില്ല. അപ്പൊ നമുക്ക് ഇത് വരുമ്പം നമ്മുടെ കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ്. അപ്പൊ അവർക്ക് പുറത്തുനിന്ന് ഒരാൾ എടുക്കുമ്പം അവർക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അവര് ഫ്രീലാൻസ് ആയിട്ട് ചെയ്യുമ്പോൾ അവർക്ക് തരാൻ ഒരു ബുദ്ധിമുട്ടുണ്ടോ. അപ്പൊ അവർ കമ്പനി ത്രൂ ആണെങ്കിൽ മാത്രമേ അവർ ഇഷ്യൂ ചെയ്യത്തുള്ളൂ. അപ്പൊ നമ്മളെ അപ്രോച്ച് ചെയ്യുന്നവരാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികൾക്ക് കൊടുക്കുവാണ്. ഓക്കെ, അപ്പൊ അവർക്ക് ഇത് ചെയ്യാൻ നല്ലൊരു വലിയൊരു ടീം വേണം, അല്ലെങ്കിൽ 4-5 ടീം വേണം എന്നില്ല. സിംഗിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ ബിൽഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അവര് ഒരു വൺ ടൈം പേയ്മെന്റ് പറയുന്നത് 70,000 ആയിരിക്കും, അല്ലെങ്കിൽ 80,000 ആയിരിക്കും. ഓക്കെ, കാരണം ഇതിന് പിന്നെ സർവീസോ കാര്യങ്ങളോ വരുന്നില്ല. അത് വൺ ടൈം നമ്മൾ പേയ്മെന്റ് ചെയ്ത് നമ്മളിത് ബിൽഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ എന്താ ഡേറ്റാബേസ് എല്ലാം കണക്ഷൻ ചെയ്യും. പിന്നെ അവർക്ക് എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക്, അല്ലെങ്കിൽ ഇതിന്റെ അപ്ഡേഷനോ കാര്യങ്ങളോ ഒന്നും നമ്മൾ ചെയ്യുന്നില്ല. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനത്തെ നമ്മൾ ചെയ്യുന്നില്ല. ടിക്കറ്റ് വെച്ചിട്ട് ഇങ്ങനെ വരുമ്പോൾ അത് നമ്മൾ ഇങ്ങനെ കുട്ടികൾക്ക് അസൈൻ ചെയ്ത്, അപ്പൊ അവർക്കൊരു എക്സ്ട്രാ ഒരു ഇൻകം കൂടെ ആവും. പിന്നെ അവർക്ക് ഒരു ദിവസം ഒരു 1 വീക്ക് അല്ലെങ്കിൽ 2 വീക്ക് കൊണ്ട് ഒറ്റയ്ക്ക് നിന്നിട്ട് ഇത് ബിൽഡ് ചെയ്യാം. അതായത് ഡെയിലി ഒരു 8 hours കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് അത് ബിൽഡ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ സിമ്പിൾ ആയിട്ട് ഒരു എന്ത് ചെയ്തു? ഒരു ലോഗിൻ പേജ് നമ്മളിവിടെ ഡിസ്പ്ലേ ചെയ്യിപ്പിച്ചു അല്ലേ? നമുക്ക് ഇനിയും കുറച്ചുകൂടെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. കളറ് കാര്യങ്ങൾ, അതേപോലെ തന്നെ നമുക്ക് ഫോണ്ട്, പിന്നെ ഹൈറ്റ്, വിഡ്ത്ത് കാര്യങ്ങളെല്ലാം നമ്മൾ സെറ്റ് ചെയ്ത്, ബട്ടന്റെ അലൈൻമെന്റ് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് നമ്മൾ കൊടുക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇപ്പൊ നമ്മളിപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെ കണ്ടില്ലേ, വൈയുടെ വാല്യൂ എക്സിന് ഈ പ്ലേസ് ഡോട്ട് പ്ലേസ് തന്നെ യൂസ് ചെയ്യുക. അപ്പൊ ഡോട്ട് പ്ലേസ് നമുക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ യൂസ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എവിടെ വേണമെങ്കിലും കൊടുക്കാം. ഡോട്ട് പാക്കിൽ വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. ഡോട്ട് ഗ്രിഡ് ഉണ്ട്. ഡോട്ട് ഗ്രിഡ് നമുക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഗ്രിഡ് വാല്യൂ അനുസരിച്ച് നമുക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഗ്രിഡ് യൂസ് ചെയ്യുന്നിടത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? പ്ലേസ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. ഗ്രിഡ് യൂസ് ചെയ്യുന്നിടത്ത് പ്ലേസ് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. പാക്ക് യൂസ് ചെയ്യുന്നിടത്ത് പ്ലേസ് യൂസ് ചെയ്യാം. ഓക്കെ, പ്ലേസും പാക്കും നമുക്ക് എന്ത് ചെയ്യാം? സെയിം ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ ഗ്രിഡ് നമുക്ക് പ്ലേസിന്റെ കൂടെ യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. ഓക്കെ, അപ്പൊ ഞാൻ ഗ്രിഡിന്റെ എങ്ങനെയാണ് സെറ്റപ്പ് എന്നുള്ളത് ഞാൻ വരച്ച് കാണിക്കാം. നമുക്ക് വൈറ്റ് ബോർഡ് ഇത് ചാലു ആണോ എന്ന് നോക്കട്ടെ. കാരണം എൻ്റെ ഇതെല്ലാം പോയത് കൊണ്ട് എല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, മൈക്രോസോഫ്റ്റ് സൈൻ ഇൻ ചെയ്യണം. ഓക്കെ, ഇപ്പം അതൊന്നും ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പം ഗ്രിഡ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ജസ്റ്റ് കർസർ വെച്ചിട്ടൊന്ന് വരച്ച് കാണിക്കാം. ഓക്കെ, ഇപ്പം ഓക്കെ, ഇതൊരു സ്ക്വയർ ആണെന്ന് വിചാരിക്കാം. ഒരു സ്ക്വയർ ഇവിടെ എന്താണ്? 0, അല്ലെങ്കിൽ കുറേ റോസ് ആൻഡ് കോളംസ് ഉണ്ട് അല്ലേ? കുറേ റോ ആൻഡ് കോളംസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. അപ്പം എന്താണ്? ഫസ്റ്റ് റോയിൽ എഴുതണമെങ്കിൽ 0. ഓക്കെ, റോ 0 കോളം 1. അടുത്തതിലോട്ട് പോകുമ്പോൾ റോ 0 കോളം 2. അടുത്തതിൽ പോകുമ്പോൾ റോ 0 കോളം 3. അതായത് റോ 0 ആയിരിക്കും, കോളം ചേഞ്ച് ആവും. അത് വരുമ്പോൾ അടുത്ത എന്താണ്? റോ 2 കോളം 1. ഓക്കെ, അടുത്തതിലോട്ട് പോകാനായിട്ട്. ഓക്കെ, അപ്പം അത് വരച്ച് കാണിച്ചാലേ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ. ഓക്കെ, ഗ്രിഡിന്റെ പൊസിഷൻ എങ്ങനെയാണെന്നുള്ളത്. കാരണം ഗ്രിഡ് നമുക്ക് യൂസ് ചെയ്യണ്ട. കാരണം ഗ്രിഡിന്റെ പൊസിഷൻ ഒരു നമ്മൾ കൊടുക്കുന്ന രീതിയിൽ, അതായത് റോ 0 കോളം 1 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ, അതെ നമുക്ക് ഇപ്പം ഇതിൽ തന്നെ കാണിക്കാം. ഓക്കെ, ഇത് നോക്കി, റോ 0 കോളം 0 ആണെങ്കിൽ ഈ ഒരു ഇതിൽ തന്നെ വരും. ഓക്കെ, ഈ എൻട്രി ബോക്സ് വേണമെങ്കിൽ എന്താണ്? ഇത് റോ 0 തന്നെയാണ്. അപ്പോൾ റോ 0 കോളം 1. ഇപ്പുറത്ത് അടുത്തൊരു ബോക്സ് ആണെങ്കിൽ റോ 0 കോളം 2. പക്ഷെ പ്ലേസ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും? നമുക്ക് എന്താണോ എക്സിന്റെ വൈഡേയും ഡയറക്ഷൻ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അത് അവിടെ പോയിട്ട് പ്ലേസ് ആവും. ഗ്രിഡിന് ഒരു കുഴപ്പം വെച്ച് കഴിഞ്ഞാൽ ഇത് കൊടുത്തിട്ട് തൊട്ടടുത്ത് തന്നെയാണ് അത് അടുത്ത് വരുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഇത്രയും ഗ്യാപ്പ് നമുക്ക് അവിടെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അതാണ് ഗ്രിഡിന്റെ ഒരു മെയിൻ ഇഷ്യൂ. ഗ്രിഡ് നമുക്ക് യൂസ് ചെയ്യാറില്ല. കാരണം ഗ്രിഡിന്റെ ആ ഒരു ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരെണ്ണം കൊടുത്തതിന് ശേഷം അടുത്ത് നമുക്കൊരു ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അടുത്തൊരു ബ്ലാങ്ക് ഇട്ട് കൊടുക്കേണ്ടി വരും. നമുക്ക് അങ്ങനെ പറ്റത്തുള്ളൂ. പക്ഷെ നമുക്ക് പ്ലേസ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് എവിടെ വേണമെങ്കിലും ഇതിനെ കൊണ്ടുപോയിട്ട് നമുക്ക് ഇടാൻ പറ്റും. ഓക്കെ, ടിക്കൻഡർ നിങ്ങൾ ഒന്ന് ചെയ്ത്, ഞാനാണെങ്കിൽ ഫസ്റ്റ് ക്ലാസ് പറഞ്ഞായിരുന്നു, പക്ഷേ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല.
പക്ഷെ എന്നാലും ടിക്കൻഡർ നിങ്ങളൊന്ന് ബിൽഡ് ചെയ്ത് നോക്ക്. ഇതിൻ്റെ അകത്ത് എവിടെ നോക്കിയാലും ഫങ്ഷൻസ് ആണ് ചെയ്യേണ്ടത്. ഫങ്ഷൻ ഏതൊരു ബട്ടണിൽ കൊടുക്കുമ്പോഴും ഫങ്ഷൻ ബിൽഡ് ചെയ്യണം. ഫങ്ഷൻ ബിൽഡ് ചെയ്യാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്കത് എഴുതാനായിട്ട് പറ്റില്ല. ഓക്കെ, എപ്പോഴും നമുക്ക് എന്ത് വേണം, ഫങ്ഷൻ വേണം. ഓക്കെ, ഫങ്ഷൻ ഉണ്ടെങ്കിലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, നമുക്ക് അതിനെ എഴുതാനായിട്ട് പറ്റുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? ടിക്കൻഡർ നമുക്ക് യൂസ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ 3.13 എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ 3.11 തന്നെ എടുത്തോ. കാരണം 3.13 നമുക്ക് പ്രൊജക്റ്റിലാണെങ്കിലും ഒരു ഇഷ്യൂ വരുന്നുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് അത് ഒഴിവാക്കാം. കാരണം അതൊന്ന് കുറച്ചുകൂടി സ്റ്റേബിൾ ആയിട്ട്, കാരണം ഈ ഇയർ ഒക്ടോബറിലാണ് അത് റിലീസ് ആയത് തന്നെ. ഓക്കെ, അതുകൊണ്ടാണ് നമുക്കത് മാറ്റാം എന്നുള്ളൊരു ഇത് വന്നത്. ഓക്കെ, അപ്പം 3.11 മാക്സിമം നോക്ക്. ഇല്ലെങ്കിൽ പുതിയതുള്ളവർ ജസ്റ്റ് ഒന്ന് ഡിഗ്രേഡ് ചെയ്ത് നോക്ക്. ഓക്കെ, ഇല്ലെങ്കിൽ കുഴപ്പമില്ല, അത് തന്നെ കണ്ടിന്യൂ. നമുക്ക് എന്തെങ്കിലും ഇഷ്യൂ വരുവാണെങ്കിൽ നമുക്ക് മാറ്റാം. ഓക്കെ, അപ്പം ഞാനാണെങ്കിൽ വീഡിയോയും കോഡും കൊണ്ട് ഞാനൊന്ന് ഷെയർ ചെയ്യാം.